നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അവണിശ്ശേരി ആനക്കല്ലിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി. ചാഴൂർ ചിറക്കലിൽ ടൈൽസ് കട്ടിംഗ് മെഷീനിൽ നിന്ന് ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. MLA-യുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുണയായി. കുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലെ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഹരി മതിലകത്തിന് സ്കൂട്ടർ സമ്മാനിച്ച് പ്രവാസി. വാടാനപ്പള്ളിയിൽ ഓട്ടോറിക്ഷയും പിക്കപ്പും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി ആനക്കല്ലിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി. തൃത്താമരശ്ശേരി ക്ഷേത്രത്തിന് സമീപം കുന്നത്തുവളപ്പിൽ വീട്ടിൽ ശിവപ്രസാദിന്റെ ഭാര്യ 30 വയസ്സുള്ള ഉണ്ണിമായയാണ് കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ 8:30-യോടെയാണ് കൊലപാതകം നടന്നത്. തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്ന ഉണ്ണിമായ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഭർത്താവ് ശിവപ്രസാദുമായി വഴക്കു നടന്നിരുന്നതായി പറയുന്നു. പിന്നീട് ഭർത്താവിന്റെ അമ്മയും മറ്റും വന്നു നോക്കിയപ്പോഴാണ് ഉണ്ണിമായെ മുറിക്കുള്ളിൽ ചലനമറ്റ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ നാട്ടുകാരുമായി ചേർന്ന് തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. സംഭവത്തിന് പിന്നാലെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ഭർത്താവ് ശിവപ്രസാദിനെ നെടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാഴൂർ ചിറക്കലിൽ ടൈൽസ് കട്ടിംഗ് മെഷീനിൽ നിന്ന് ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. ചിറക്കൽ മാട്ടുമൽ സ്വദേശി പൈപ്പോടത്ത് 34 വയസ്സുള്ള നിഖിൽ ബാബു ആണ് മരിച്ചത്. ചിറക്കൽ സെന്ററിനടുത്തുള്ള കെട്ടിടത്തിൽ ടൈൽസ് വിരിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കെയാണ് അപകടമുണ്ടായത്. ബുധനാഴ്ച വൈകിട്ട് 4:30-യോടെയാണ് സംഭവം. കൂടെ ഉണ്ടായിരുന്ന പണിക്കാരൻ പുറത്തുപോയ സമയത്താണ് അപകടമുണ്ടായതെന്ന് പറയുന്നു. ഉടൻ ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായി. MLA-യുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുണയായി. കുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലെ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഹരി മതിലകത്തിന് സ്കൂട്ടർ സമ്മാനിച്ച് പ്രവാസി. വെടിക്കെട്ട് നിർമ്മാണ ജോലികൾക്ക് സഹായിയായി പോകാറുള്ള മതിലകം തൃപ്പേക്കുളം സ്വദേശിയായ ഹരിയും മുണ്ടത്തിക്കോട് അപകടത്തിൽപ്പെട്ടിരുന്നു. സ്ഫോടനത്തിൽ കാലിൽ കമ്പി തുളഞ്ഞ് കയറുകയും ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ പൊള്ളലേൽക്കുകയും ചെയ്ത് തൃശൂർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഹരിയെ E.T. ടൈസൺ MLA ആ ദിവസം സന്ദർശിച്ചിരുന്നു. ഹരി പറഞ്ഞ അന്നത്തെ അനുഭവങ്ങൾ സോഷ്യൽ മീഡിയ വഴി MLA പങ്കുവയ്ക്കുകയും ചെയ്തു. ഹരി കരാറുകാരനായ സതീശനെ രക്ഷിക്കുകയും തന്റെ സത്യസന്ധത കൈവിടാതെ അദ്ദേഹത്തിന്റെ മാലയും ഫോണും തിരിച്ചേൽപ്പിച്ചതുമെല്ലാം മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. അപകടത്തിൽ ഹരിയുടെ ബൈക്കും കത്തിനശിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ MLA-യുടെ ഫേസ്ബുക്ക് പേജിലൂടെ തിരിച്ചറിഞ്ഞ പ്രവാസിയായ അന്തിക്കാട് സ്വദേശി വസിഷ്ഠനാണ് ഹരിക്ക് സ്കൂട്ടർ സമ്മാനമായി നൽകിയത്. മതിലകം ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ E.T. ടൈസൺ MLA ഹരിക്ക് വാഹനം കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹരിക്കും പ്രവാസി പ്രതിനിധി പ്രത്യുഷനും ആദരവ് നൽകി. വൈസ് പ്രസിഡന്റ് PM ആൽഫ, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ, മതിലകം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഹസീന റഷീദ്, PP പ്രസീദ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK റഫീഖ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈൻ പള്ളത്ത്, ജോസ് മഞ്ഞളി, KH യാസർ, രതി ഗോപിനാഥ്, ചിഞ്ചു അനീഷ്, RM ചെലിൽ, പഞ്ചായത്ത് സെക്രട്ടറി KS രാംദാസ്, അമീർ എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഹരി അദ്ദേഹത്തെ കാണുന്നു. അങ്ങനെ അവിടെ നിന്ന് രാത്രി ഒരു കണക്കിന് കെടുത്തിയിട്ടാണ് പറ്റുന്നത്. ആ സമയമൊക്കെ നമുക്ക് ആലോചിച്ചാൽ മതിയാവും ഏതായിരിക്കും ആ സന്ദർഭം എന്നുള്ളത്. ആ പൊക്കിക്കൊണ്ടുവരാൻ സമയത്ത് അതുപോലെ തന്നെ രക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടാണെന്ന് പറഞ്ഞത് പുലിക്കളിയിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ളതാണ്. അപ്പോൾ ആ വയറും ശരീരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എത്രമാത്രം വലുതായി. അയാളെ പൊക്കിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ള സംഗതിയല്ല. എന്നാൽ പോലും ഇവരെല്ലാവരും യോജിച്ച് അതിനൊക്കെ ഒന്ന് മുമ്പോട്ട് പോകാനുള്ള വലിയ ശ്രമം നടത്തിയാണ്. മാത്രമല്ല, ഞാൻ ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് ഇനി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇതിൽ കഴുത്തിൽ കിടന്ന മാല കൈപ്പെട്ടിട്ടുണ്ട്. മാല എന്ന് പറഞ്ഞാൽ ചെറിയ മാല ഒന്നും കേട്ടോ, നല്ല കട്ടിയുള്ള നല്ല മാല, സ്വർണ്ണമാല, അത് പെട്ടിട്ടുണ്ട്. പെട്ടപ്പോൾ തന്നെ ഞാൻ അയാളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, എൻ്റെ മൊബൈൽ ഫോണും കൊടുത്തിട്ടുണ്ട്. അയാളുടെ കയ്യിൽ ഇതൊന്ന് സൂക്ഷിച്ചോളാൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അയാൾക്ക് ഇടയ്ക്ക് വിളിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഇവനും ICUവിലാണ്, നേരെ ഹരി ICUവിലാണ്. അപ്പോൾ തന്നെ അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ പോണ്ടി വന്നു. അപ്പോൾ തന്നെ അവിടുത്തെ
പോലീസുകാരായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യം പറഞ്ഞു. നമ്മളൊരു മഹസർ തയ്യാറാക്കി ഫോട്ടോ എടുത്ത് മറ്റവർക്ക് അവരെ കൃത്യമായി ആ മാല ഏൽപ്പിക്കപ്പെട്ടൊരു കാര്യം. വാടാനപ്പള്ളിയിൽ ഓട്ടോറിക്ഷയും പിക്കപ്പും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. ഗുരുതര പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ മുല്ലശ്ശേരി സ്വദേശി പോൾസണിനെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോറിക്ഷ യാത്രക്കാരായ 2 പേരെ ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. അപകടത്തിൽ ഓട്ടോറിക്ഷയിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണാണ് പോൾസന് പരിക്കേറ്റത്. ചന്ദ്രാപിന്നി കണ്ണമ്പള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി വായനക്കളരി സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ നവമി പ്രസാദ് അധ്യക്ഷയായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം UK സുരേഷ് കുമാർ വിഷയാവതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, പഞ്ചായത്ത് അംഗങ്ങളായ AS തസ്ലീം, നീതു സുജേഷ്, വായനശാല പ്രസിഡന്റ് TN അജയകുമാർ, സതീഷ് കുമാർ വിശാഖപട്ടണം, PA ഷമീർ, CP സവിത, സിനി കിഷോർ, KR ഷാജി, MM പ്രതാപൻ എന്നിവർ സംസാരിച്ചു. വായന നമുക്ക് നൽകുന്ന ഒരു കാര്യം എന്താ? നമുക്ക് എന്താ നൽകുക? ഇപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കാണുന്ന കാര്യം മാത്രമാണ് നമ്മുടെ അനുഭവം അല്ല? അങ്ങനെയല്ലേ? ഞാനിവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, മാഷന്മാരിവിടെ നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു അനുഭവം അല്ലേ? നേരിട്ടുള്ളൊരു അനുഭവമാണ്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് വായന നൽകുന്ന ഒരു അനുഭവം ഇവിടെ. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അല്ലേ? ആ കാലം നമ്മൊരു പുസ്തകം വായിക്കുമ്പോൾ ബഷീറിൻ്റെ ഒരു പുസ്തകം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? പാത്തുമ്മയുടെ ആട്. എടത്തുരുത്തി 8-ാം വാർഡിലെ മൈത്രി അംഗനവാടിയിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാരി KK രത്നവല്ലിക്ക് യാത്രയയപ്പ് നൽകി. സലഫി മദ്രസ ഹാളിൽ നടന്ന യാത്രയയപ്പ് യോഗം എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KM മുഹമ്മദ് നബിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR ഹരി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, പഞ്ചായത്ത് അംഗം ഉമറുൽ ഫാറൂഖ്, ICDS സൂപ്പർവൈസർ S ദിവ്യ, വെൽഫെയർ കമ്മിറ്റി അംഗം രാമചന്ദ്രൻ വിളക്കത്തല, മോഹിനി, ശോഭന തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവരോടൊപ്പം നിന്ന് ഒരു വിഷമമോ ഒന്നുമില്ലാതെ തന്നെ സ്വന്തം മക്കളെ പോലെ നോക്കിയിട്ടാണ് ഇവരെല്ലാവരും മറ്റെല്ലാവരും ഇപ്പം നിങ്ങളെ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും അങ്ങനെ തന്നെ നോക്കിയിട്ടാണ് നമ്മുടെ കുഞ്ഞു മക്കളെ നോക്കിയിട്ടാണ് ഇത്രയും ഈ 22 വർഷക്കാലം നമ്മുടെ ചേച്ചി ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. നാട്ടിലെ എല്ലാവരും എല്ലാ മക്കൾക്കും ഒരു അമ്മയായി പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു റിട്ടയർമെന്റിലേക്ക് എത്തിയിരിക്കുന്നത്. അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം എപ്പോഴും അവർ പറയും ടീച്ചർ അല്ലേ, അവര് വർക്കർ ഹെൽപ്പെടുന്ന കുഞ്ഞുമക്കൾക്ക് അറിയില്ല. ടീച്ചർ 2 പേരും ടീച്ചർമാരാണ്. അവർ ടീച്ചർ തന്നെ വിളിക്കുള്ളൂ. അതൊരു ഭാഗ്യമാണ്. ഞാൻ പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഭാഗ്യമാണ് അംഗനവാടിയിൽ വർക്ക് ചെയ്യുന്നവർക്ക്. അതൊരു ടീച്ചർ എന്ന് പറയുന്ന അവരുടെ ഉള്ള കാലം മുഴുവൻ അവർ കാണുമ്പോൾ അയ്യത്തെ ടീച്ചർ എന്നുള്ള രീതിയിൽ. അപ്പൊ അത്രയും വളരെ സ്നേഹത്തോടെ ആ പ്രായത്തിൽ അല്ലെ, നമുക്കൊരു 5 വയസ്സൊക്കെ ആകുമ്പോഴാണ് കുട്ടികളൊന്നും പറഞ്ഞാലൊന്നും ഇരിക്കണം. അതിനപ്പുറത്തേക്ക് ആ പ്രായത്തിലാണ് കുട്ടികളെ വളരെ സുരക്ഷിതമായി നോക്കിക്കൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ, ആ പഴയ കാലഘട്ടത്തിൽ അല്ലേ, നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടിയിട്ട് നോക്കിയിട്ടുള്ള കാലഘട്ടങ്ങൾ. അപ്പൊ ചേച്ചിക്ക് എല്ലാവിധ അല്ലേ, കാരണം എന്താ വെച്ചെങ്കിൽ ആ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ പുതിയ കെട്ടിടമായി, പുതിയ സൗകര്യങ്ങളായി, ഇപ്പൊ വളരെ മികച്ച രീതിയിലേക്കുള്ള നമ്മളുടെ പ്രവർത്തനങ്ങളുമായി. ഇരിങ്ങാലക്കുട ക്ഷേത്രം മഹോത്സവത്തിന്റെ ഭാഗമായി ആദ്യ ശീവേലി നടന്നു. ആദ്യ ശീവേലിക്ക് 17 ഗജവീരന്മാർ അണിനിരന്നു. പാറമേക്കാവ് കാശിനാഥൻ ഭഗവാന്റെ തിടമ്പേറ്റി. വലത് കുട്ടൻകുളങ്ങര അർജുനനും ഇടത് പല്ലാട്ട് ബ്രഹ്മദത്തനും കൂട്ടാനകളായി. ആദ്യ ശീവേലിക്ക് കലാമണ്ഡലം ഉദയ നമ്പൂതിരിയുടെ പ്രമാണികത്വത്തിൽ 100ഓളം കലാകാരന്മാർ അണിനിരന്ന പഞ്ചാരി മേളവും അരങ്ങേറി. ഉച്ചതിരിഞ്ഞ് ക്ഷേത്രത്തിനകത്തെയും പുറത്തെയും വേദികളിലായി വിവിധ കലാപരിപാടികളും ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് സന്ധ്യയോടെ വിവിധ കലകളും അരങ്ങേറി. സന്നദ്ധ സംഘടനയായ അലർട്ട് കൊടുങ്ങല്ലൂർ തണ്ണീർ പന്തൽ ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെഴുത്ത് മുഖ്യപ്രഭാഷണം നടത്തി. അലർട്ട് പ്രസിഡന്റ് CC അനിത അധ്യക്ഷത വഹിച്ചു. PH റഹീം, PA CB, വിനോദ് കക്കറ, അബ്ദുൾ റഹ്മാൻ കുട്ടി, രാധാകൃഷ്ണൻ, സുമയ്യ സിറാജ് തുടങ്ങിയവർ സംസാരിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി 4 ദിവസങ്ങൾ. 3 കേന്ദ്രങ്ങളിലായാണ് ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് എണ്ണുക.
ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ്, തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിലാണ് വോട്ട് എണ്ണുക. ചേലക്കര, വടക്കാഞ്ചേരി, ഒല്ലൂർ, തൃശൂർ, നാട്ടിക നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും, കുന്നംകുളം, ഗുരുവായൂർ, മണലൂർ മണ്ഡലങ്ങളിലെ വോട്ടുകൾ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലും, കയ്പമംഗലം, ഇരിങ്ങാലക്കുട, പുതുക്കാട്, ചാലക്കുടി, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളിലെ വോട്ടുകൾ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലും എണ്ണും. ഓരോ മണ്ഡലങ്ങൾക്കും 14 വീതം ടേബിളുകൾ വോട്ടെണ്ണലിന് ഉണ്ടാകും. രാവിലെ വോട്ടെണ്ണൽ ആരംഭിക്കും. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. പാമ്പുകടിയേറ്റ് അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കോടാലി കടമ്പോട്ട് സ്വദേശി അനോഷ് വ്യാഴാഴ്ച ആശുപത്രി വിടും. അനോഷ് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തതായി ആശുപത്രി അധികൃതർ പറഞ്ഞു. അനോഷിന്റെ ജന്മദിനം ആശുപത്രിയിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. അനോഷിന്റെ മാതാപിതാക്കളായ സിൽജോ, ജോൺസി, സഹോദരി ഏഞ്ചൽ എന്നിവരും ഡോക്ടർമാരും ആഘോഷത്തിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കൊടിപ്പുറത്ത് വിളക്ക് ആഘോഷിച്ചു. ക്ഷേത്രോത്സവത്തിൽ ഭഗവാൻ ആദ്യമായി പുറത്തേക്ക് എഴുന്നള്ള ചടങ്ങാണ് കൊടിപ്പുറത്ത് വിളക്ക്. രാത്രി 9:30 ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളിയത്. ശ്രീകോവിലിൽ നിന്ന് സംഗമേശ്വരനെ തിടമ്പിലേക്ക് ആവേശിച്ച ശേഷം ക്ഷേത്രം മേൽശാന്തി തിടമ്പ് കയ്യിലേന്തി ആദ്യ പ്രദക്ഷിണം പൂർത്തിയാക്കി ശ്രീകോവിലിന് പുറത്തേക്ക് വന്നു. തുടർന്ന് രണ്ടാനകളുടെ അകമ്പടിയോടെ ഗജവീരന്റെ പുറത്ത് പ്രദക്ഷിണം ചെയ്ത് പൂർത്തീകരിച്ചതോടെ ആദ്യ പഞ്ചാരിമേളം തുടങ്ങി. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ ശിവേലിയും വൈകിട്ട് വിളക്കെഴുന്നള്ളിപ്പും നടക്കും. പതിനഞ്ച് വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് 5 വർഷം തടവും 35,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തമിഴ്നാട് രാമനാഥപുരം സ്വദേശി ഗണേശൻ നടേശനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജി എസ്. ലിഷ ശിക്ഷിച്ചത്. 2024 സെപ്റ്റംബർ 13 കേസിനാസ്പദമായ സംഭവം. കുട്ടിയുടെ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയ്, അഡ്വക്കേറ്റ് സപ്ന എന്നിവർ കോടതിയിൽ ഹാജരായി. തലക്കോട്ടുകര ബാലകൃഷ്ണപടിക്ക് സമീപം ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പരിക്കേറ്റ ബൈക്ക് യാത്രികൻ പുലിയന്നൂർ ദാസൻ മകൻ പ്രബുലിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേനൽ ചൂടിൽ ജനങ്ങൾക്ക് ആശ്വാസം പകർന്ന് കൊടകര റോട്ടറി ക്ലബും കൊടകര പഞ്ചായത്തും സംയുക്തമായി സംഭാര വിതരണം തുടങ്ങി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ആരംഭിച്ച സംഭാര വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കൊടകര റോട്ടറി ക്ലബ് സെക്രട്ടറി നൈജു ആൻഡോ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ, അംഗങ്ങളായ ദിവ്യ ഷിജു, ഗിരിജ സാംകുമാർ, റോട്ടറി ക്ലബ് ട്രഷറർ നിവിൻ ചറാക്കുളം, ക്ലബ് മെമ്പർമാരായ PA അഭിലാഷ്, ശിവശങ്കർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അവണിശ്ശേരി ആനക്കല്ലിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി. ചാഴൂർ ചിറക്കലിൽ ടൈൽസ് കട്ടിംഗ് മെഷീനിൽ നിന്ന് ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. MLA-യുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുണയായി. കുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലെ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഹരി മതിലകത്തിന് സ്കൂട്ടർ സമ്മാനിച്ച് പ്രവാസി. വാടാനപ്പള്ളിയിൽ ഓട്ടോറിക്ഷയും പിക്കപ്പും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.